പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്തി പ്ലേറ്റ് മെത്തേഡിനെ പറ്റി നിങ്ങളിൽ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനെപ്പറ്റി വിശദമായിട്ട് അറിയത്തില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിനും രോഗനിയന്ത്രണത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തിൽ, അതായത് ഹെൽത്തി ഡയറ്റിനെ ഉൾക്കൊള്ളുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ്? അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട് എന്ന്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് അത്യാവശ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ്. അതായത് വിവിധ ഭക്ഷ്യവർഗത്തിൽപ്പെട്ട പല ഭക്ഷണ സാധനങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്, അല്ലെ സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് വിളിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ കെമിക്കൽസ്, ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയവ. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ, നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ഇത് വളരെയധികം സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണം അമിതമാകാതിരിക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. അമിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതാണ് പലർക്കും തൂക്കം കൂടുവാനും വണ്ണം വെക്കുവാനും ഒക്കെ കാരണമാകുന്നത്. പിന്നെ പ്രമേഹ രോഗമുള്ളവർക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ്. ഭക്ഷണ നിയന്ത്രണമാണ് പ്രമേഹ ചികിത്സയുടെ ഏറ്റവും പ്രധാന ഭാഗമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പ്രമേഹ രോഗികൾക്കും വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ് ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുവാനും രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്തുവാനും എല്ലാം വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ്. അത് മറ്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നു. അതായത് ഒരു ഹാഫ്, മുകളിലത്തെ ഒരു ഹാഫ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴത്തെ ഭാഗം വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2/4 ഭാഗവും മുകളിൽ ഒരു അരഭാഗവും നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെല്ലാം ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഏറ്റവും മുകളിലത്തെ ഹാഫ് ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളും പഴങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഏതെല്ലാം പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ കുറച്ച് പഴവർഗ്ഗങ്ങൾ നമ്മൾ അവിടെ ഉൾപ്പെടുത്തണം. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ നിറയ്ക്കണം. അതായത് ഏതാണ്ട് 300 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും നമുക്ക് ദിവസവും കഴിക്കണം എന്നാണ് WHO പറയുന്നത്. അപ്പോൾ പച്ചക്കറികൾ കൊണ്ട് അവ നിറയ്ക്കുക. പച്ചക്കറികൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെ പഴങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അവ ഏറ്റവും ഫ്രഷായിട്ടുള്ളതായിരിക്കണം, ലോക്കലായിട്ടുള്ളതായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിവിധ നിറത്തിലുള്ളവയായിരിക്കണം. ആ നിറങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ, അല്ലെ ഫൈറ്റോ കെമിക്കൽസാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ വിവിധ നിറത്തിലുള്ള പച്ചക്കറികളും വിവിധ നിറത്തിലുള്ള പഴങ്ങളും നമ്മൾ ആ മുകളിലത്തെ പകുതി ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ പച്ചക്കറികൾക്കൊക്കെ നിരവധി പ്ലസ് പോയിൻറ്റുകളുണ്ട്. ഈ പച്ചക്കറികളിലൊക്കെ കാലറി വളരെ കുറവാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് അന്നജം വളരെ കുറവാണ്. അതിനകത്ത് പോഷകങ്ങൾ ധാരാളമുണ്ട്. അതായത് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ കെമിക്കൽസ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയൊക്കെ ഈ പച്ചക്കറികളിലും പഴങ്ങളിലും ധാരാളമുണ്ട്. ഈ പച്ചക്കറികളിൽ പിന്നെ അൺഹെൽത്തി ഫാറ്റ് വളരെ കുറവാണ്. അതിനകത്ത് കൊളസ്ട്രോളിൻ്റെ ഒരു കണിക പോലുമില്ല. പിന്നെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് പച്ചക്കറികൾ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 അതുപോലെ തന്നെ ഫോളിക് ആസിഡും നമ്മുടെ രക്തത്തിലെ ഹോമോസിസ്റ്റീൻ എന്ന അപകട ഘടകത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുവാൻ നമ്മൾ ധാരാളം പച്ചക്കറികൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പച്ചക്കറികൾ കൂടുതലും നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളിലുള്ള പോഷകങ്ങൾക്ക് കുറച്ച് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യുവാൻ അൺകുക്ക്ഡ് ഫുഡാണ് ഏറ്റവും നല്ലത്. അതായത് അൺകുക്ക്ഡ് ആയിട്ടുള്ള പച്ചക്കറികൾ, അതായത് സാലഡ് രൂപത്തിൽ
അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഒളിവ് ഓയിലൂടെ ചേർക്കുകയാണെങ്കിൽ അതും ആരോഗ്യ സംരക്ഷണത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇനി പ്ലേറ്റിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അന്നജമാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അന്നജം നമുക്ക് ധാരാളമായിട്ട് കാലറി നൽകേണ്ട ഒരു കാര്യമാണ്. കാലറിയാണ് നമുക്ക് ഊർജ്ജം ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതായത് നമ്മൾ അരി കൊണ്ടുള്ള ആഹാരം എടുക്കുകയാണെങ്കിൽ തവിടുള്ള കുത്തരി തവിടുള്ള ധാന്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. ഈ തവിടിനകത്താണ് ധാരാളം വൈറ്റമിൻ B6 ഫോളിക് ആസിഡും മറ്റു വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത്. തവിട് അല്ലെങ്കിൽ ബ്രാൻ നീക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്ത് പിന്നെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തവിടുള്ള ധാന്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തവിടുള്ള ധാന്യങ്ങളുടെ ധാന്യപ്പൊടികളും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഗോതമ്പ് ഉപയോഗിക്കുമെങ്കിൽ മൈദ നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് റവയോ ആട്ടയോ വേണമെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. തവിടുള്ള ധാന്യങ്ങൾ കൊണ്ട് നമുക്കത് പൊടി പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, മില്ലിൽ പൊടിച്ചെടുക്കാം. ഉദാഹരണമായിട്ട് റാഗി നമുക്ക് പൊടിച്ചെടുക്കാം, അതുപോലെ തന്നെ തവിടുള്ള ഗോതമ്പ് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്കതിനകത്ത് മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് റാഗി, ബാർലി തുടങ്ങിയ ചെറുധാന്യങ്ങൾ ധാരാളമായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഓട്സ് വേണമെങ്കിൽ എടുക്കാം. ഇനി പ്ലേറ്റിൻ്റെ കാൽഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ സെലക്ട് ചെയ്യണം. പ്രോട്ടീൻ അടങ്ങിയെന്ന് പറഞ്ഞാൽ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മത്സ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ചെറു മത്സ്യങ്ങളാണ് ഏറ്റവും നല്ലത്. മത്തി, അയല, ചൂര, സാൽമൺ, നെത്തോലി തുടങ്ങിയ ചെറു മത്സ്യങ്ങളാണ് നല്ലത്. മത്സ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് കറി വെച്ച് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് മാംസാഹാരത്തിലേക്ക് കിടക്കാം. അത് രണ്ട് തരത്തിലുള്ളതുണ്ട്. റെഡ് മീറ്റും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. സാധാരണ നമ്മുടെ ചിക്കൻ അത് റെഡ് മീറ്റ് അല്ല. നമുക്ക് നാടൻ കോഴിയുടെ ഇറച്ചിയാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേസമയത്ത് ബ്രോയിലർ ചിക്കൻ അത്രയ്ക്ക് നല്ലതല്ല ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് റെഡ് മീറ്റ് ഉണ്ട്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക്. അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെങ്കിലും അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട്. പിന്നെ ഉപയോഗിക്കണം നിർബന്ധമാണെങ്കിൽ അവ വളരെ മിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് മുട്ടയുണ്ട്. മുട്ട ഏറ്റവും നല്ലതാണ്. മുട്ടയുടെ മഞ്ഞക്കരു മാത്രം നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ കഴിക്കാവുള്ളൂ. എഗ്ഗ് വൈറ്റ് ഏറ്റവും നല്ല പ്രോട്ടീനാണ്. പിന്നെ പാട നീക്കിയ പാല് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മഷ്റൂം ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് വിത്തുകളുണ്ട്, അതായത് ഫ്ലാക്സ് സീഡ് പോലെയുള്ള വിത്തുകൾ ഏറ്റവും നല്ലതാണ്. നട്ട്സ് ഉണ്ട്, അതായത് ബദാം പരിപ്പ്, വാൾനട്ട്, കാഷ്യൂ നട്ട് തുടങ്ങിയ അതിനകത്തൊക്കെ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സോയാ പ്രോഡക്ട്സ് ഉണ്ട്, അതിനകത്തും പ്രോട്ടീൻ ധാരാളമുണ്ട്. അപ്പം പിന്നെ നമുക്ക് മറ്റ് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട്, അതായത് പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയർ, ബീൻസ് തുടങ്ങിയവയിലൊക്കെ പ്രോട്ടീൻ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പ്ലേറ്റിൻ്റെ കാൽഭാഗം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് മുകൾവശത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഫ്രൂട്ട്സ് നമ്മൾക്ക് 4 മണിക്കോ അല്ലെങ്കിൽ വൈകിട്ടോ പിന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, കാൽഭാഗത്ത് നമ്മൾ തവിടോട് കൂടിയ ധാന്യങ്ങൾ, അല്ലെങ്കിൽ മില്ലറ്റ്സ് അല്ലെങ്കിൽ ഓട്സ്, പിന്നെ ബാക്കി കാൽഭാഗത്ത് നമുക്ക് നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഏതാണ്ട് 70% ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാം. അത് ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കുവാനും അതുപോലെ തന്നെ ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.